ഇണ പിരിയാതെ കഴിഞ്ഞിരുന്ന ഈ മകളെ എങ്ങനെ ഒറ്റപ്പെടുത്തണമായിരുന്നു, വിധവയാക്കണമായിരുന്നു. രതി, സമാധാനിക്കൂ. ഹിമാലയത്തിൽ വച്ച് എന്ന് പാർവതി പരിണയം നടക്കുന്നുവോ അന്ന് നിന്റെ മന്മഥൻ കൂടുതൽ അഴകുറ്റ ശരീരവുമായി നിന്റെ മുന്നിൽ പ്രത്യക്ഷനാവും. നമ്മുടെ പരിണയം കാണാൻ നിന്റെ പതിയായ കാമദേവൻ പുനരവതരിച്ച് ആഗതനായിരിക്കും. ഭഗവാനെ, ശ്രീ പരമേശ്വര, സത്യമാണോ ഇത്? സത്യം. മകളെ, തപസ് അനുഷ്ഠിക്കേണ്ട പ്രായമല്ല നിനക്ക്. തപസ് അനുഷ്ഠിച്ച് പരിചയവുമില്ല. എന്നിട്ടും തപസ് ചെയ്യണമെന്ന നിന്റെ ആഗ്രഹത്തിന് നാം സമ്മതം മൂളുന്നത് നിന്റെ ജനനത്തിന്റെ സവിശേഷതയോർത്താണ്. ശരീരം തപിപ്പിക്കുക, തണുപ്പിക്കുക, അകാല വാർദ്ധക്യം ഏറ്റുവാങ്ങുക, ആ അവസ്ഥകളൊക്കെ നിനക്കും സംജാതമാകില്ലേ എന്ന് നാം സംശയിക്കുന്നു. ഇല്ല മാതേ, ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കിയുള്ള തപസ് ശരീരത്തിന് ഓജസ്സും ഊർജ്ജസ്വലതയും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. യൗവനാവസ്ഥയിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി ഞാൻ മാത്രമല്ല മാതേ. വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്ന മാതയ്ക്ക് എത്രയോ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇഷ്ടപുരുഷസിദ്ധി തപസ് അനുഷ്ഠിച്ച് നേടുന്ന മകളെ ഓർത്ത് മാതയ്ക്ക് എക്കാലവും അഭിമാനിക്കും. അങ്ങനെ ആവട്ടെ. നമ്മുടെ ഭർത്താവിന്റെ ആലയം തന്നെ താപസന്മാരുടെ ആവാസ കേന്ദ്രമാണ്. അങ്ങനെ തപസ്സിന്റെ മഹാത്മ്യം അറിയുന്നവളുമാണ് നാം. മാതാവായ നമുക്ക് നിന്നോടുള്ള സ്നേഹവും വാത്സല്യവും നമ്മെ ആശങ്കപ്പെടുത്തുന്നുവെന്ന് മാത്രം. നിന്റെ ഹിതപ്രകാരം തപസ് അനുഷ്ഠിച്ചോളൂ മോളെ. മഹാറാണി, മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് റാണി മുഖം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. കുമാരി, പ്രാതൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വന്നോളൂ. മകൾ പാർവതിയെ ജാഗ്രതയോടെ നോക്കിക്കണം സുദർശനെ. എപ്പോഴും അരികിൽ കാവലുണ്ടാകണം. ഉണ്ടാകും മഹാരാജൻ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അടിയൻ സദാ ജാഗരൂകയായിരിക്കും. പൂർണ്ണമായും ഉപവസിച്ചുകൊണ്ടുള്ള തപസ് നിർബന്ധമല്ല മകളെ. ഇടയ്ക്കിടെ പൈതാഹങ്ങൾ അനുസരിച്ച് അന്നപാനാദികൾ സേവിക്കണം. മാതാപിതാക്കളുടെ ഉത്കണ്ഠ ഈ ഉള്ളവൾ മനസ്സിലാക്കുന്നു. നാം ആരാണെന്നും നമ്മുടെ തപസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നും അറിയുന്ന മാതാപിതാക്കൾ സമാധാന ചിത്തരായാലും ഇന്നു തന്നെ പുറപ്പെടാൻ യാത്രാനുമതി നൽകിയാലും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. അഷ്ടദിക്പാലകരും ശ്രീ പരമേശ്വരനും മകൾക്ക് തുണയായി ഭവിക്കട്ടെ. പോയി വരൂ. പോയി വരൂ മകളെ. കുമാരി എന്താ ആലോചിക്കുന്നത്? എപ്പോഴും ശിവനെക്കുറിച്ച് ആലോചിക്കുന്ന നാം ഇടയ്ക്കിടെ കൊട്ടാരത്തെക്കുറിച്ചും ആലോചിക്കാറുണ്ട്. സ്നേഹധനരായ മാതാപിതാക്കൾ എന്റെ ആഗമനവും പ്രതീക്ഷിച്ച് കഴിയുകയാവും. ഞങ്ങളും കൊട്ടാരത്തെക്കുറിച്ച് ഇപ്പോഴങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. ഒരഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. തൽക്കാലം തപസ് നിർത്തി നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങാം.
കുറച്ചു ദിവസം കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് തപസ് ആരംഭിക്കാം. അപ്പോൾ കുമാരിക്ക് തപസ് ചെയ്യാൻ പുതിയൊരു ഉന്മേഷവും കിട്ടും. സുദക്ഷിണെ, തപസ് അനുഷ്ഠിക്കുന്നവർ ഇടയ്ക്ക് സുഖഭോഗങ്ങളിൽ മുഴുകുവാൻ ഇടവേളകൾ വെക്കുവാൻ പാടില്ല. സർവസംഘ പരിത്യാഗികളായ മുനിമാരുടെയും ഇഷ്ടവര കാംക്ഷികളായ അസുരന്മാരുടെയും ഒക്കെ തപസ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വൃഷ്ടിയും വെറിയും മഞ്ഞും മലങ്കാറ്റുമൊക്കെ അവഗണിച്ചാണ് അവർ തപസ് ചെയ്യുന്നത്. അവരൊന്നും ഇടയ്ക്ക് തപസ് നിർത്തി പോകാറില്ല. ഞാൻ സർവസംഘ പരിത്യാഗിയല്ല, കൂടുതൽ വെറിയും വൃഷ്ടിയും ഏൽക്കുന്നതുമില്ല. ശിവൻ പ്രത്യക്ഷപ്പെട്ട് നമ്മെ ഭാര്യയായി സ്വീകരിക്കണമെന്നതാണ് നമ്മുടെ ഇഷ്ടവരമെന്നറിയാമല്ലോ. ആ തപസ്സിനും ഇടവേള പാടില്ല. നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നതുമില്ല. എന്താ വീരബാഹു കുട്ടികളെ പോലെ കരയുന്നത്? വിശക്കുന്നു കുമാരി. കാട്ടുകിഴങ്ങളും പഴങ്ങളും ഒക്കെ കഴിച്ചിട്ട് എന്റെ വിശപ്പ് അടങ്ങുന്നില്ല. കരഞ്ഞപ്പോ വിശപ്പിനിത്തിരി ആശ്വാസം. അധികം വൈകാതെ കൊട്ടാരത്തിൽ നിന്നും ഭടന്മാരെത്തും. നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയാനുള്ള ഭക്ഷണ സാമഗ്രികൾ അവർ കൊണ്ടുവന്നിരിക്കും. അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും? ആ, എന്തെങ്കിലും വഴി നോക്കാം. വീരബാഹു, ആ, എന്തോ? വനത്തിൽ സാധുക്കളായ മൃഗങ്ങളുണ്ട്. മൃഗോദരനായ നിങ്ങൾ അവയെ പിടിച്ച് ചുട്ടു ഭക്ഷിച്ചേക്കരുത്. ഇല്ല. സുദക്ഷിണെ, നിന്റെ ഭർത്താവായി എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭർത്താവ് അല്ലായിരുന്നെങ്കിൽ വിശക്കില്ലായിരുന്നോ? അയ്യോ, അതല്ല. സഹിക്കാനാകാത്ത ദാഹം തോന്നിയപ്പോ പുഴയിൽ നിന്നും കൈക്കുമ്പിളിൽ ജലം എടുത്തു കുടിച്ചു. എന്നിട്ട് വെള്ളത്തിൽ ആനപ്പിണ്ടത്തിന്റെ അവശിഷ്ടമുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ വെള്ളം തീർത്തും പരിശുദ്ധമായിരുന്നു. ഉവ്വോ, ആനപ്പിണ്ടത്തിൽ ഔഷധ ഗുണം ഉണ്ടെന്നാ പറയുന്നത്. അത് കുടിക്കുന്നോണ്ടാ നിങ്ങൾ ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നത്. ആണോ? പക്ഷെ നല്ല വിശപ്പെട്ടല്ലോ സുദക്ഷിണെ. കുറച്ച് ചോറും മാമ്പഴ പുളിശ്ശേരിയും കിട്ടിയിരുന്നെങ്കിൽ. കിഴങ്ങുവർഗം ഏതെങ്കിലും പുഴുങ്ങിയതായിരുന്നാലും മതി. ഇത് വനമാണ് മനുഷ്യ. ഇവിടെ അരിയില്ല, പയറുമണിയില്ല, ചോളമില്ല, മാമ്പഴവുമില്ല. ആ, കൈതച്ചക്കയും കാട്ടുകിഴങ്ങുമുണ്ട്. പുഴുങ്ങിത്തരാം. ആഹാ, കാട്ടുകിഴങ്ങെങ്കിൽ കാട്ടുകിഴങ്ങ് പുഴുങ്ങിക്കോ. ഈ നശിച്ച വിശപ്പൊന്ന് ശമിക്കണമല്ലോ. ഒരാശ്വാസമേ ഉള്ളൂ. കാട്ടുമൃഗങ്ങളെ ഉപദ്രവിച്ചില്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കില്ല എന്നൊരു വനവാസി പറഞ്ഞു. ജീവഭയമില്ലാതെ കഴിയാമല്ലോ. എന്നാൽ എന്നോടൊരു വനവാസി സ്ത്രീ പറഞ്ഞ എന്താണെന്ന് അറിയോ? തടിച്ചു കൊഴുത്ത് മാംസമുള്ള പുരുഷനെ കണ്ട കടുവയും പുലിയും ഒക്കെ ചാടി വീണ് കടിച്ചു കീറുമെന്ന്. അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഞാൻ തടിച്ചു കൊടുത്ത മാംസമുള്ളവനല്ലേ. പുലിയും കടുവയും എന്നെ ആക്രമിക്കോ? ആക്രമിക്കും. അത് ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. തണ്ടും തടിയും കുറയ്ക്കുക, ആഹാരത്തിനോടുള്ള ആക്രാന്തം ഉപേക്ഷിക്കുക. വസ്ത്രമൊക്കെ അലക്കിക്കഴിഞ്ഞേ ഞാൻ കാട്ടുകിഴങ്ങ് പുഴുങ്ങിത്തരാം കേട്ടോ. ഈ പൊണ്ണത്തടി മാംസം കരടിക്കും പുലിക്കും ഒക്കെ ആഹാരമാകാനാണോ യോഗം? ഏത് നേരത്താണോ രാജകുമാരിക്ക് തപസ് ചെയ്യാൻ തോന്നിയത്? ഏത് നേരത്താണാവോ ഹിമവാൻ എന്നെയും ഭാര്യയും തുണകൂട്ടി അയക്കാൻ തോന്നിയത്? കായികനികൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ഈ കാട്ടുവാസികൾക്ക് വല്ല വാഴയോ ചേനയോ ചേമ്പോ ഒക്കെ കൃഷി ചെയ്തൂടെ? അങ്ങനെ ഒരു കൃഷിയിടം കണ്ടിരുന്നെങ്കിൽ. ആ, തപസ് ചെയ്യുന്ന പാർവതി കുമാരിക്ക് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. എന്റെ ഭാര്യയ്ക്കാണെങ്കിലോ വിശപ്പും ദാഹമൊക്കെ ഇണങ്ങിയ മട്ട. കൊട്ടാരത്തിൽ നിന്ന് ആനക്കെടുപ്പത് ഭക്ഷിച്ച് ശീലിച്ച എനിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ, അമ്മോ, അയ്യോ, അയ്യോ.
സുദക്ഷനെ, സുദക്ഷനെ! എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ഞാനൊരു കാണ്ടാമൃഗത്തെ കണ്ടു. മാംസമുള്ളവരെ കണ്ട കടിച്ചു കയറുമെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് ശരീരം നോക്കാൻ ഞാൻ ഓടി. ഓ, വല്ല പൂച്ച എലിയോ മറ്റോ കണ്ടതായിരിക്കും. കാണ്ടാമൃഗം പോലും ഓടിക്കിതച്ച് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീരബാഹുന്ന് പേരിട്ടത് ആരാ മനുഷ്യ? സുദക്ഷനെ പൂച്ചയും എലിയൊന്നും അല്ല, ഒരു ഉഗ്രം കാണ്ടാമൃഗമാ. അത് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഓ പിന്നെ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് പോലും. എനിക്ക് പേടിയും ഭയം ഒന്നുമില്ല. കാണ്ടാമൃഗത്തെ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ വരുന്നുണ്ടോ എന്റെ കൂടെ? ഇല്ലില്ല, ഞാൻ വരുന്നില്ല. അയ്യോ പൊണ്ണത്തൊടി. എവിടെ ഈ കാണ്ടാമൃഗം? കണ്ടു മനുഷ്യ, ഞാൻ കണ്ടു. ഉഗ്രനൊരു കാണ്ടാമൃഗം. നീ കണ്ടോ? ആ കണ്ടു. ഇപ്പൊ നിനക്ക് വിശ്വാസമായല്ലോ. ഇനി നമ്മുടെയൊക്കെ കാര്യം പോക്കാണെന്നാ തോന്നുന്നത്. നമുക്ക് കുമാരിയെ കണ്ട് വിവരം അറിയിക്കാം. നിങ്ങൾ നടക്ക്. നീ നടക്ക്. നിങ്ങൾ നടക്ക്. എങ്കി വാ, ഒരുമിച്ച് പോവാം. കുമാരി ഇപ്പോഴൊന്നും ഉണരുന്ന ലക്ഷണമില്ല. നീ വിളിച്ച കുമാരിക്ക് ദേഷ്യം വരില്ല. വിളിക്ക്. കുമാരി, രണ്ടുപേരും ഉണ്ടല്ലോ. വല്ലാതെ ഭയന്ന മട്ടുണ്ടല്ലോ. എന്തു പറ്റി? ഞങ്ങളൊരു കാണ്ടാമൃഗത്തെ കണ്ടു കുമാരി. അലറിക്കൊണ്ട് ഞാൻ ഓടി. കാണ്ടാമൃഗം പിന്നാലെ ഓടി. ഒരുവിധം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. കാണ്ടാമൃഗത്തിന്റെ കുടിലിന് പുറത്ത് ഞാനും കണ്ടു കുമാരി. ഞങ്ങളുടെയൊക്കെ മാംസം ലക്ഷ്യമിട്ട ആ ജന്തു വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ഈ വനത്തിൽ പാർക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇതുവരെയും ഒരു കാട്ടുമൃഗവും ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ. ഇപ്പോഴെന്തുകൊണ്ട് വന്നു? തപസ് അനുഷ്ഠിക്കുന്ന നമ്മോടൊപ്പം കഴിയുന്ന നിങ്ങൾക്കാർക്കും വേണ്ടത്ര ഭക്തിയില്ല. ദിവസം 10 പ്രാവശ്യമെങ്കിലും ഉള്ളൊരുക്കി പഞ്ചാക്ഷരി ജപിച്ചു നോക്കൂ. ഒരു കാട്ടുമൃഗവും ഉപദ്രവിക്കില്ല. വനത്തിൽ തപസ് ചെയ്യുന്ന ഋഷിമാർക്ക് കാവൽ നിൽക്കുന്നവരാ ആനയും സിംഹവും പുലിയും കാട്ടുപോത്തുമൊക്കെ. ഋഷിമാരുടെ ഭക്തി മാഹാത്മ്യം മൃഗങ്ങൾക്കും അറിയാം. നിങ്ങളും ഭക്തിയെ ശരണം പ്രാപിക്കുക. കുമാരി, കൊട്ടാരവളപ്പിൽ അതിമനോഹരമായ ഒരു പർണശാല ഞങ്ങൾ കെട്ടിയുണ്ടാക്കി തരാം. കുമാരി അവിടെ ഇരുന്ന് തപസ് ചെയ്താൽ മതി. ശിവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം കുമാരി. ഇത് സുദക്ഷിണയുടെ മാത്രം അഭിപ്രായമാണോ അതോ? ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായമാണ് കുമാരി. നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങാം. എനിക്ക് ബലമായൊരു സംശയമുണ്ട് കുമാരി. അതെന്താണ്? ഇത്രയും നാൾ തപസ് ചെയ്തിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടാത്തത് കാട്ടുമൃഗങ്ങളെ ഭയന്നിട്ടല്ലേ? ആണോ? ആ, കാട്ടുമൃഗങ്ങളെ ഭയക്കുന്ന ശിവനോ? ഇത്രയും നല്ലൊരു ഫലിതം ഞാൻ കേട്ടിട്ടില്ല. സർവഭയനാശകനായ ഭഗവാന് പ്രത്യക്ഷപ്പെടാൻ വന്യമൃഗങ്ങൾ തടസ്സമെന്നോ? എന്റെ ഇഷ്ടപുരുഷനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്നെ വരിക്കാമെന്ന് സമ്മതിക്കുന്നതുവരെ ഈ വനം വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ഇത് ഹിമവാന്റെ മകളായ പാർവതിയുടെ ഉഗ്രശപഥമാണ്. സുദക്ഷിണേ, എന്തോ? നിങ്ങൾ എല്ലാവരും ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ആരെയും ഇവിടെ കഴിയാൻ ഞാൻ നിർബന്ധിക്കില്ല. പൂർണ്ണമായ മനസ്സോടെ ഞാൻ അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് മടങ്ങിക്കൊള്ളിൻ. വനത്തിലെ കുടിലിൽ പാർവതി വളരെ സുരക്ഷിതയാണെന്ന്
റാണി മാതാവിനെയും പിതാവിനെയും അറിയിച്ചേക്കൂ. കുമാരി ഉപേക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്ന മഹാരാജൻ നമ്മുടെ തല കൊയ്യുമെന്ന് ഉറപ്പാ. പ്രധാന തോഴിയായ എന്റെ തലയായിരിക്കും ആദ്യം നിലത്ത് വീഴുക. ചുരുക്കി പറഞ്ഞ നമുക്ക് കാട്ടിലും രക്ഷയില്ല, കൊട്ടാരത്തിലും രക്ഷയില്ല. കുമാരി പറഞ്ഞതുപോലെ ഇനി ഭക്തിമാർഗത്തിൽ കയറി പിടിക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സുദക്ഷിണെ അപ്പോ തപസിരുന്നു ദേവൻ പരമപ്രശാന്തമാ തരംഗവിഹീനമാ മരുവും കടൽ പോലെ ഒരു നീർമണി പോലും തൂകാതെ തുളുമ്പാതെ നിറകുംഭം പോൽ നിൽക്കും നിശബ്ദമേഘം പോലെ. ശിവായ ഓം നമഃ 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 ശിവായ. വൃഷ്ടിയോ വെയിലോ മഞ്ഞോ തണുപ്പോ കൂട്ടാതെ കുമാരി തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടെ ഉണർന്ന് അടിയനോട് അല്പം ചില കുശല പ്രശ്നങ്ങൾ. എന്നിട്ട് കുമാരി വീണ്ടും തപസ്സിൽ മുഴുകും. വനത്തിലെ വിപരീത അവസ്ഥകളെ തരണം ചെയ്ത് ഇങ്ങനെ നിഷ്ഠയോടെ തപസ്സനുഷ്ഠിക്കാൻ ഒരു സാധാരണ പെൺകുട്ടിക്ക് കഴിയില്ല. നമ്മുടെ മകൾ ആദിപരാശക്തിയുടെ അവതാരമാണ്. വരൂ, നാമായിട്ട് തപസ്സിന് ഒരു ഭംഗവും വരുത്തരുത്. വന്നാലും